സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എങ്ങനെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കൂടെ ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളാണ്. കാരണം നിങ്ങളിപ്പോൾ കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കൂടെ ഞാനിപ്പോൾ ഒരു ദിവസം എത്ര ഉണ്ടാക്കി, അല്ലെങ്കിൽ 20,000 ഉണ്ടാക്കി, 5,000 ഉണ്ടാക്കി, ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. സോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കൂടെ ഏണിങ്സ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ബട്ട് അതിന് ഇപ്പോൾ ഒരാൾ പഠിപ്പിച്ചു തരുന്നതിന് എന്തായാലും ഫീസസ് മേടിക്കും. കാരണം ഒരാളുടെ ടൈമാണ് അതിന് കളയുന്നത്. ഇപ്പോൾ ഒരാൾ പഠിപ്പിച്ചു തരുമ്പോൾ അയാൾക്ക് ഒരാളെ തന്നെ പഠിപ്പിക്കണമെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്തായാലും ഒരാൾക്ക് കുറേ ഡൗട്ട്സുകൾ ഉണ്ടാകും, കുറേ സെക്ഷൻസ് ഉണ്ടാകും. സോ അതിനുവേണ്ടി അവരെന്തായാലും ഫീസസ് കാര്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും. സോ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഫീസസ് ഉണ്ടാക്കാനുള്ള പൈസ, അതായത് 10-20,000 രൂപ ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കൂടെ എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിന് യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന് വേണ്ടതെന്ന് പറയുന്ന ഒരു ഫോണാണ്, സ്മാർട്ട് ഫോൺ മതി, വേറെ കാര്യങ്ങളൊന്നും വേണ്ട. ഇനി എങ്ങനെയാണ് ഏണിങ്സ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കൂടെയാണ്. ആമസോൺ അഫിലിയേറ്റിൽ കൂടെയാണ് നിങ്ങൾക്ക് ക്യാഷ് വരുന്നത്. ഇതിനെ ക്യാഷ് വരാൻ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് വഴിയാണ് മാർക്കറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയില്ലാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു വസ്തു, അതായത് ഒരാളുടെ കയ്യിലിരിക്കുന്ന പ്രൊഡക്റ്റ് നമ്മൾ സെല്ല് ചെയ്യുന്നു. അതായത് സെല്ല് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആ പ്രൊഡക്റ്റ് തരികയോ അല്ലെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റായിട്ട് യാതൊരു കണക്ഷൻസോ ഒന്നും ഇല്ലാത്തതിനാണ് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതൊരു സ്വിച്ച്, ഒരു ട്രൈപോഡിൻ്റെ സ്വിച്ചാണ്. ഈ സ്വിച്ച് എന്ന് പറയുമ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ തന്നേക്കുവാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ സെല്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് ഒന്നെങ്കിൽ നിങ്ങൾ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ സാധനത്തിനെക്കുറിച്ച് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ സാധനം മേടിക്കാൻ ആളുകൾ വരും. ഈ മേടിക്കാൻ വരുന്ന ആളുകൾക്ക് നിങ്ങളാണ് മേടിച്ചതെന്ന് അറിയണ്ടേ. അതിനുവേണ്ടി വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് മാത്രമുള്ള യുണീക്കായിട്ടുള്ള ലിങ്ക് ഉണ്ടാവും. അതായത് ഓരോ ലിങ്ക് ഉണ്ടാവുമല്ലോ, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കയറുന്ന ലിങ്ക്, അതുപോലെ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നിങ്ങൾക്കുള്ള ലിങ്ക് എന്ന് പറയുന്നത് വേറൊരാൾക്ക് ആ ലിങ്ക് ഉണ്ടാവില്ല. സോ അങ്ങനെ ആകുമ്പോൾ എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ലിങ്കിൽ കൂടെ ഒരാൾ ടച്ച് ചെയ്ത് ഈ സാധനം പർച്ചേസ് ചെയ്തു എന്നോർത്ത്, ഈ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എത്രയാണോ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അത് കിട്ടും നിങ്ങൾക്ക്. അതായത് ഇപ്പോൾ ഈ സാധനത്തിന് 2,000 രൂപ എന്നോർത്തു, ഈ സാധനത്തിന് 2,000 രൂപ ആണെങ്കിൽ ഇതിൽ ഞാൻ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ 5% കമ്മീഷനാണ് നിങ്ങൾക്ക് തരുന്നത്, അല്ലെങ്കിൽ 7% കമ്മീഷൻ ഈ സാധനം സെല്ല് ചെയ്താൽ കിട്ടുമെന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരാൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അയാൾ അതിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് വെച്ചാൽ 5% കമ്മീഷൻ കിട്ടും. ഈ 5% കമ്മീഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ ലിങ്ക് ഉണ്ടല്ലോ, ഈ ലിങ്കിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് ഉണ്ടാവും. ഈ അക്കൗണ്ടിലേക്കാണ് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവുന്നത്. അതായത് നിങ്ങളിപ്പോൾ ലിങ്ക് ഇട്ടു, നിങ്ങളുടെ നിന്ന് ആരെങ്കിലും പർച്ചേസ് ചെയ്യണ്ടോയെന്ന് നിങ്ങൾക്കറിയണം. കാരണം നിങ്ങൾക്കറിയില്ലല്ലോ ആരൊക്കെ പർച്ചേസ് ചെയ്യുന്നുള്ളതാണോ അല്ലേന്ന്. അപ്പോൾ നിങ്ങളുടെ ലിങ്ക് വഴി ഒരാൾ ക്ലിക്ക് ചെയ്ത് അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടുന്നത് നിങ്ങളുടെ ഒരു ഡാഷ് ബോർഡ് ഉണ്ടാവും. ഞാൻ ഈ വീഡിയോയുടെ സൈഡിൽ എവിടെയെങ്കിലും കാണിച്ചു തരാം. ഒരു ഡാഷ് ബോർഡ് ഉണ്ടാവും, നിങ്ങൾ എത്ര സെയിൽ നടത്തി, അതായത് എന്ത് സാധനമാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത്. ഇപ്പോൾ ഇത് സിഗ്നി എന്നെങ്ങാണ്ടാണ് ഇതിൻ്റെ പേര്. അപ്പോൾ സിഗ്നി സൈഡിൽ എത്ര പേര് ക്ലിക്ക് ചെയ്തു, അതായത് എത്ര പേര് ക്ലിക്ക് ചെയ്തു, അപ്പോൾ ഒരു 15 പേര് ക്ലിക്ക് പെർ സെയിൽ എന്നും പറഞ്ഞ സൈഡിലുണ്ടാവും. അതായത് അത് ക്ലിക്ക് ചെയ്ത് വാങ്ങിച്ചവർ അതൊരു 10 പേര്. അപ്പോൾ ഒരു സെയിലിന് എത്രയാണെന്നുള്ളത് അതിൻ്റെ അപ്പുറത്തുണ്ടാവും. ഒരു സെയിലിന് 2,000 രൂപ എന്ന് പറഞ്ഞാൽ അടുത്തതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്കുണ്ടാവും ടോട്ടലി നിങ്ങൾ എത്ര സെയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ സെയിൽസ് ഉണ്ടാക്കിയത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വന്നു. ഇപ്പോൾ പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇങ്ങനെ വന്നതിന് ശേഷം നിങ്ങൾക്ക് സൈഡിൽ തന്നെയായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ വെബ്സൈറ്റിൽ കിടക്കുന്ന പൈസ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഈ സൈഡിൽ തന്നെയായിട്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, വിഡ്രോ എന്ന് പറയുന്നത്. ഈ വിഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. വിഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അടിക്കണം. പേടിക്കേണ്ട, ആമസോൺ തന്നെയാണ് ഈ ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇത് 100% ജെന്യുവൻ ആയിട്ടുള്ള കാര്യമാണ്. ഈ സാധനം ഇഷ്ടംപോലെ ആളുകൾ ചെയ്യുന്നുണ്ട്. കുറേ ഇൻഫ്ലുവൻസേഴ്സ്, യൂട്യൂബേഴ്സ്, പ്രൊമോട്ടേഴ്സ്, അങ്ങനെ ഇഷ്ടംപോലെ ആളുകൾ. സോ ഗൈസ്, ഇനി എങ്ങനെയാണ് ഇതിൽ നിന്ന് ഏൺ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. സോ അതിന് മുമ്പ് നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട്, കാരണം ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നതാണ്.
സോ ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ചെയ്യേണ്ടത് പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, പിന്നെ ആമസോൺ അഫിലിയേറ്റും ചെയ്യുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. സോ ആദ്യം തന്നെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അതായത് ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ആമസോൺ അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഗൂഗിളിൽ ഫസ്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഇപ്പോൾ അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഡയറക്റ്റ് ഒന്നെങ്കിൽ നിങ്ങൾ പിൻട്രസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. സെക്കൻഡത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. രണ്ടാമത് നിങ്ങൾ പിൻട്രസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. പിൻട്രസ്റ്റ് ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. സോ അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പിൻട്രസ്റ്റ് സെർച്ച് ചെയ്യുക ടോയ്സ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ടോയ്സ് എന്ന് അടിക്കുമ്പോൾ കുറേ ടൈപ്പ് കാറ്റഗറീസിലുള്ള ടോയ്സ് വരും, പല ഏജിലുള്ളതും പല കാറ്റഗറീസും. സോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ടോയ്സിൽ ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് തോന്നുന്നത് ഇത് കണ്ട ആളുകൾ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിലെ ആളുകൾക്ക് കുറച്ചും കൂടി താല്പര്യമുണ്ട്, കാണാനൊരു രസമുണ്ടെന്നുള്ള ടൈപ്പ് കാറ്റഗറിയിലുള്ള ഏതെങ്കിലും ഒരു ടോയ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ടോയ് ഉണ്ടല്ലോ, ആ ടോയിയുടെ വീഡിയോസും ഫോട്ടോസും പിൻട്രസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ പിൻട്രസ്റ്റിൽ ഏത് ടോയിയാണോ എടുത്തത് ആ ടോയിയുടെ പേര് നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹെഡ്ലൈനായിട്ട് തന്നെ ഉണ്ടാവും. ആ പേര് നിങ്ങൾ ആമസോണിൽ പോയി സെർച്ച് ചെയ്യുക. ആമസോണിൽ പോയി സെർച്ച് ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ടോയ് വരും. ആ ടോയിയുടെ ലിങ്ക് കോപ്പി ചെയ്യുക. ലിങ്ക് കോപ്പി ചെയ്തിട്ട് അത് ആമസോൺ അഫിലിയേറ്റ് കോപ്പി ആക്കി എടുക്കുക. അത് ആമസോണിലേക്ക് ചെന്നാൽ മതി. സോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ആമസോൺ അഫിലിയേറ്റ് ഉണ്ടല്ലോ, ആ ആമസോൺ അഫിലിയേറ്റ് കോപ്പി നിങ്ങളുടെ യുണീക്കായിട്ടുള്ള അഫിലിയേറ്റ് ലിങ്ക് കോപ്പി ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇതേ വീഡിയോ, അതായത് ഡൗൺലോഡ് ചെയ്ത ഏത് വീഡിയോ ആണോ ഏത് ഫോട്ടോയാണോ അത് അതുപോലെ തന്നെ പിൻട്രസ്റ്റിലേക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. അതിന് കോപ്പി റൈറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നതല്ല. സോ അത് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് കാറ്റഗറി എന്ന് നിങ്ങൾ ഹെഡ്ലൈൻ കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ രണ്ടാമത് നിങ്ങൾ കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എത്ര ഏജിനുള്ളവരാണെന്നുള്ളത് കൊടുക്കുക. പിന്നെ താഴെ URL എന്ന് ഒരു ഓപ്ഷൻ ഉണ്ടാകും. ആ ഓപ്ഷനും കൂടി നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതിലാണ് നിങ്ങളുടെ ലിങ്ക് വരുന്നത്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് സെയിൽ വരുന്നത്. സോ ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, അതായത് ആമസോണിൻ്റെ അഫിലിയേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് എസ്സും തൊട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അതിനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാം. അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു 15 ലൈക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ എന്തായാലും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാം. അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തേക്കാം. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെയിലി 3 പോസ്റ്റ് മിനിമം ചെയ്യുക. അതായത് ജസ്റ്റ് ഏതെങ്കിലും ഒരു 3 വീഡിയോസ് അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ 2 പോസ്റ്റ് എടുക്കുക. അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആമസോണിൽ അതിൻ്റെ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക. ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഡെയിലി പോസ്റ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾ കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. സോ എന്താണെന്ന് വെച്ചാൽ ഒരു മാസമല്ല നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആവേണ്ടത്, ഒരു 6 മാസത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. 6 മാസമായിട്ടും കാശ് കിട്ടില്ല എന്നല്ല പറയുന്നത്, നിങ്ങൾ 6 മാസത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ ചെയ്യുക. ഇപ്പോൾ 1 മാസത്തോളം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത മാസം തൊട്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു 10-20,000 രൂപ മന്തിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ഞാൻ പറയുന്നത്. സോ നിങ്ങളിപ്പോൾ 6 മാസത്തോളം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ പാർട്ട് ടൈം ജോബോ അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ നിങ്ങളൊരു ജോബ് സീക്കറാണെങ്കിൽ ജോബ് സീക്കറിന് ഒരു മിനിമം കിട്ടുന്നത് 10-30,000 രൂപയ്ക്കും. ഈ 30,000 രൂപ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ കൂടെ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ കൂടെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ എത്രത്തോളം ആളുകൾ ഒരു മാസം എത്ര ഏൺ ചെയ്യുന്നുണ്ടെന്ന്. ഏറ്റവും കുറവാണ് ഞാൻ 30,000 രൂപ എന്ന് പറഞ്ഞത്. 1 ലക്ഷം 2 ലക്ഷം 1.5 ലക്ഷം രൂപയോളം ഏൺ ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ ചുമ്മാ പറയുന്നതല്ല, നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ടോപ്പ് ബെസ്റ്റ് സ്കിൽസ് ഫോർ ലേണിംഗ് എന്ന് അടിച്ചു നോക്കി അതിലും ഉണ്ടാവും അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. സോ താല്പര്യമുള്ളവർക്ക് ചെയ്തു തുടങ്ങാവുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാം ചെയ്യാൻ വലിയ താല്പര്യമുണ്ട് അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ലൈക്കോ അല്ലെങ്കിൽ കമൻറ്റോ ചെയ്താൽ മതി. ഞാൻ അതിനുള്ള വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് തരാം. ഞാൻ പരമാവധി എല്ലാ കമൻസിനും റിപ്ലൈ തരാവുന്നതാണ്. സോ ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താല്പര്യമുള്ളവർക്ക് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബും ചെയ്യാം.